വഞ്ചിക്കാനും മടിയില്ലാത്ത കൂട്ടത്തിലാണ് അച്ഛൻ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കുട്ടിക്കാലത്ത് വളഞ്ഞ വഴിയിലൂടെയാണ് അച്ഛൻ പണം സമ്പാദിച്ചു കൂട്ടിയത് എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നത് കേട്ട് മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് പാഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പെട്ടെന്ന് തന്നെ നിന്റെ ഭർത്താവിന് കാലിന് സ്വാധീനം ഇല്ലാത്ത ആളാണെങ്കിലും അവന് പണവും സ്വാധീനവും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിന്റെ കഴുത്തിന്റെ അളവ് ഞാൻ എടുത്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രതാപൻ മഹാലക്ഷ്മിയുടെ നേരെ കൊലവിളി നടത്തുന്നുണ്ടെങ്കിലും എന്നെ കൊന്നാലും ശരി, പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് തന്നെ പ്രതാപന്റെ നേരെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. വിവാഹത്തിന് മുൻപ് എനിക്ക് ഒരാൾ മാത്രമേ സ്നേഹം തന്നിട്ടുള്ളൂ, എന്റെ അമ്മ. വിവാഹശേഷം അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുന്നത് എന്റെ കണ്ണേട്ടം മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഏറ്റുകഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അതാരായാലും ശരി, എന്റെ അച്ഛനായാലും ശരി, അവരെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണെന്ന് മഹാലക്ഷ്മി പറയുന്നത് കേട്ട് നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്താണോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഞാനൊരു സത്യം പറഞ്ഞതാണ്, നാളെ നടക്കാൻ പോകുന്ന കാര്യം ഓർമ്മിപ്പിച്ചതാണെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അന്നത്തെ ആ ലോറി ആക്സിഡന്റ് ഉൾപ്പെടെ എന്റെ മനസ്സിലുണ്ട്, അതൊക്കെ വീണ്ടും പുറത്തു കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാക്കരുത്. അന്ന് റോഡിൽ കിടന്ന് പിടഞ്ഞ അച്ഛനെയും മകനെയും എന്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ ആർക്കും കഴിയില്ല. ആ രംഗമൊക്കെ എന്റെ മനസ്സിൽ അതുപോലെ ഉണ്ടെന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അതിന് മറ്റൊരാൾ കൂടി സാക്ഷിയുണ്ട് എന്ന് മഹാലക്ഷ്മി പറയുന്നതും അതാരാണെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ, എന്റെ അയ്യപ്പ സ്വാമി ഓർത്തോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നതും പെട്ടെന്ന് തന്നെ കണ്ണേട്ടന്റെ വിധി മാറിപ്പോയത് കൊണ്ട് പെട്ടുപോയത് മേഘേട്ടനാണ്. അച്ഛന്റെ ചതിയിൽ അങ്ങനെ ഒരു പാവം ചെറുപ്പക്കാരൻ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് നല്ല വിഷമമുണ്ടെന്നില്ല മഹാലക്ഷ്മി പറയുമ്പോൾ അതിന് ഞാൻ ആരെയും ചതിക്കാൻ നോക്കിയിട്ടില്ലെന്ന് എല്ലാം പ്രതാപൻ പറയുന്നതും അച്ഛൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ രണ്ടും രണ്ടാണ്, അതാണ് അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മിക്ക് എല്ലാം ഓർമ്മയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പ്രതാപനാണെങ്കിൽ ശരിക്കും ഭയപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനാണെങ്കിൽ കാര്യങ്ങളെല്ലാം വാമദേവനോട് പറയുന്നുണ്ട്. പഴയ സംഭവങ്ങളെല്ലാം അവൾക്ക് ഓർമ്മയുണ്ട് ഇന്നത്തെ എന്ന പോലെ. പക്ഷെ അന്ന് അപകടത്തിൽപ്പെട്ടത് കണ്ണനാണെന്ന് നമ്മുടെ ഭാഗ്യത്തിന് അവൾക്ക് അറിയില്ല എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അവൾ കരുത്താർജിക്കുക പ്രതാപ എന്ന് പറയുന്നുണ്ട് വാമനം. എന്റെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിന്ന് സംസാരിച്ചവൾ ഇപ്പൊ തലയുയർത്തി പിടിച്ചു നിൽക്കുകയാണ്, കൂടെ ഭീഷണിയും ഉണ്ട് എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ കണ്ണന്റെ ബലത്തിലാണ് അവള് ഇതൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. നാളെ രണ്ടാനച്ഛനായ തന്നെ അവള് കോടതി കയറ്റാൻ പോലും മടിക്കില്ല എന്നെല്ലാം വാമദേവൻ പറയുമ്പോൾ അത്തരം സ്വപ്നങ്ങളൊക്കെ ഞാനും കണ്ടു തുടങ്ങിയിട്ടുണ്ട് വാമേട്ട എന്ന് പ്രതാപനും പറയുന്നുണ്ട്. അന്ന് CCTV ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ കേസ് എഴുതി തള്ളിയത്. കണ്ണന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദികളെ തേടി പോലീസ് പരക്കം പാഞ്ഞു, ഒരു തുമ്പും കിട്ടിയില്ല എന്നെല്ലാം മാമൻ പറയുമ്പോൾ അന്ന് ഞാനാണ് ആ ലോറി ഓടിച്ചിരുന്നത്. ബൈക്കിൽ വണ്ടി തട്ടിയ ഉടനെ തന്നെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ റൂട്ട് മാറ്റി ഞാൻ പാഞ്ഞു പോകുമായിരുന്നു. ആ സമയത്ത് മഴ കൂടി ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെടാനായി എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് വാമദേവനോടായിട്ട്. തുടർന്ന് കണ്ണനെ താൻ മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്താൻ നോക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ അവൾക്ക് സംശയമുണ്ടോ എന്ന് വാമൻ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അതുകൊണ്ടാണ് അവളെ ഭീഷണിയുമായിട്ട് വന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ആ തോമസ് വൈദ്യന്റെ മരുന്ന് കൂടി ഫലം ഉണ്ടാകരുത് എന്നാണ് പ്രാർത്ഥന. ഇനി കണ്ണിന് ചലനശേഷി കൂടി തിരിച്ചു കിട്ടിയാൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും, അവൾ നമ്മളെ പറപ്പിക്കും എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ മരുന്നുകളിൽ കൃത്രിമം കാണിക്കാൻ താൻ പറയേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ എന്റെ പെങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവൻ കഴിക്കുന്ന മരുന്നിന് ഫലം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ പോരെ. മാത്രമല്ല മരുന്നിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചാൽ ആ തോമസ് വൈദ്യന് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അയാൾ അത് സത്യം തുറന്നിടിക്കും. പിന്നെ എന്റെ പെണ്ണുങ്ങളും മക്കളും ഒക്കെ പുറത്താണ്, അതോടുകൂടി നമ്മുടെ മോഹങ്ങളും അസ്തമിക്കുമെന്നും വാമദേവൻ പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോടായിട്ട്. തുടർന്ന് വാമേട്ടന്റെ മോനും മഹാലക്ഷ്മിയും തമ്മിൽ എന്താ പ്രശ്നം, അവൻ എന്തിനാ അവൾക്ക് മുഖം കൊടുക്കാതെ നടക്കുന്നതെന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല, അവന് അവളെ ഇഷ്ടമല്ലെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല അവര് തമ്മിൽ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എന്റെ സംശയം എന്നൊക്കെ വാമൻ പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോടായിട്ട്. അവനൊന്ന് പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ ഒരു വേഗത വരും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മഹാലക്ഷ്മിയെ കമലേശ്വരം തറവാട്ടിൽ നിന്നും തുടച്ചു നീക്കാൻ നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നത് മേഘനാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അവൻ തയ്യാറാണെന്നും എനിക്ക് അവന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടെന്നും വാമൻ പറയുന്നുണ്ട്. തുടർന്ന് കണ്ണന്റെ അച്ഛന്റെ വിധി കണ്ണനും മഹാലക്ഷ്മിക്കും കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ വാമേട്ടൻ പറയുന്നത് പോലെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അസ്തമിക്കുമെന്നും പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ വാമനോടായിട്ട്. അതിനുശേഷം കാണിക്കുന്നത് മേഘൻ സാഗറിനോടായിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം നടത്തിയെടുക്കാൻ നോക്കണമെന്ന് പറയുമ്പോൾ ഞാനും അവളും തമ്മിൽ ഇനി അധിക ദൂരമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് സാർ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കും എന്നൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ വിഷു ഒക്കെ വരികയാണ്, മഹാലക്ഷ്മി സാഗറിന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ളൊരു വാർത്ത വിഷു കഴിഞ്ഞിട്ടം പോലെ എനിക്ക് കേൾക്കാൻ പറ്റുമോ എന്നെല്ലാം മേഘം ചോദിക്കുമ്പോൾ വിഷു ഇങ്ങനെ എത്താറായില്ലേ സാറേ, അതുകൊണ്ട് അത്ര പെട്ടെന്ന് അത് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് സാഗറും. നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം ഉറപ്പാണ്, അവളെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിലുണ്ടല്ലോ, അവൾ ഒരു സാധാരണ പെൺകുട്ടിയൊന്നും അല്ല,
ഒരാണിന്റെ മുന്നിലും അത്ര പെട്ടെന്നൊന്നും അവള് കീഴടങ്ങില്ല. ആകെയുള്ള ഒരു സമാധാനം അവളുടെ അനിയത്തി അമ്മയാകാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. അതാണ് നമ്മുടെ പിടിവെള്ളി എന്നും മേഘൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് സാഗറും പറയുന്നുണ്ട് ഇപ്പൊ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറയുന്നുണ്ട്. ശേഷം തോമസ് വൈദ്യനെ കണ്ണന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കാൻ പോകുന്ന കാര്യങ്ങളും സാഗർ പറയുമ്പോൾ തോമസ് വൈദ്യൻ സർവജ്ഞ പീഠം കയറിയ ആളാണ്. അതുകൊണ്ട് അവന്റെ ചികിത്സയിൽ അതിന്റേതായ മെച്ചം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. തോമസ് വൈദ്യന്റെ ട്രീറ്റ്മെന്റിൽ കണ്ണന് എന്തെങ്കിലും കണ്ണന്റെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നതിന് മുൻപ് നീ അവളെയും കൊണ്ട് കടന്നു കളയണം. പിന്നെ അവളെ തേടി എന്തായാലും കണ്ണൻ പോകില്ല. മഹാലക്ഷ്മി പോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതം നിലയ്ക്കും. പിന്നീട് അവൻ ഭാവിയെ പറ്റി ചിന്തിക്കില്ല എന്നും പറയുന്നുണ്ട് മേഘൻ. അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് തന്നെ സാഗർ മേഘന് വാക്കു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഞാൻ വീട്ടിലേക്ക് പോവാണെന്നും മേഘൻ പറയുന്നതും മഹാലക്ഷ്മി അവിടേക്ക് വന്നാലോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ അവൾ എന്തായാലും അവിടേക്കൊന്നും വരാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും പുറത്തേക്കൊന്നും ഇറങ്ങില്ല. കഥകടച്ച് മുറിക്കകത്ത് തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവൾ എന്നെ തേടി അവിടേക്ക് വരില്ല എന്നതിന് ഉറപ്പിച്ചു പറയുന്നുണ്ട് കേട്ടോ മേഘൻ. ശേഷം കാണിക്കുന്നത് മേഘന്റെ വീട്ടിലെ മഹാലക്ഷ്മി എത്താണ്. അപ്പൊ കഥക് തുടർന്ന് മഹാലക്ഷ്മിയെ കാണുന്നതും നിങ്ങളാണോ എന്ന് സ്വാതി ചോദിക്കുന്നുണ്ട്. എന്തിനാ വന്നേന്ന് അമ്മായും വന്ന് ചോദിക്കുമ്പോൾ മേഘേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണാനാണെന്ന് മഹാലക്ഷ്മി പറയുന്നതും അവൻ ഇവിടെ ഇല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ അവനെ വീണ്ടും കാണുന്നത്, അവനെ വീണ്ടും ഹോസ്പിറ്റലാക്കാനാണോ എന്നെല്ലാം അമ്മായി ചോദിക്കുമ്പോൾ വല്ലാതാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. കണ്ണേട്ടന് സംഭവിക്കേണ്ടിയിരുന്ന അപകടമാണ് മേഘേട്ടന് സംഭവിച്ചത്. അതിന്റെ കൂടെ ഇനിയും അപകടം വരുത്തി വെക്കാനാണോ എന്നെല്ലാം സ്വാതി ചോദിക്കുമ്പോൾ കണ്ണേട്ടന്റെ കാറിൽ സഞ്ചരിക്കുമ്പോൾ കാറിൽ തട്ടിയ ലോറി എന്റെ അച്ഛന്റെ ലോറിയാണ്, അതിന്റെ ഒരു പ്രയാസം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഓടി വന്നത് മേഘേട്ടനെ കാണാൻ എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അപ്പോ സ്വാതി പറയുന്നുണ്ട് മേഘേട്ടൻ എവിടെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ഏതോ ആയുർവേദ റിസോർട്ടിലാണെന്നൊക്കെ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് അവന് നിന്നെ കാണാൻ താല്പര്യമൊന്നുമില്ല, പിന്നെ എന്തിനാ കൊച്ചു നീ അവന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതെന്നെല്ലാം അമ്മായി ചോദിക്കുമ്പോൾ ഇനി ഞാൻ മേഘേട്ടനെ അന്വേഷിച്ചു വരില്ല, ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി വളരെ വിഷമത്തോടെ അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി പോകാൻ തുടങ്ങുന്നതും പെട്ടെന്ന് തന്നെ മേഘനും ടോമിയും കൂടി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ കാറില്. അപ്പൊ മഹാലക്ഷ്മിയെ കാണുന്നതും മേഘനും ടോമിയും കൂടി പേടിച്ച് അവിടെ നിന്നും സ്ഥലം വിടുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ ഇത് കണ്ട് ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഹാലക്ഷ്മി കാണാതെ അവിടെ നിന്നും കാറ് പാർക്ക് ചെയ്തിടുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ കാറ് വരുന്നത് കാണുമ്പോൾ കുനിഞ്ഞിരിക്കും നിന്നെ കണ്ടാൽ അവൾക്ക് അറിയാമെന്നെല്ലാം മേഘൻ ടോമിയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി മഹാലക്ഷ്മി കാണാതെ കുനിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. മഹാലക്ഷ്മി ആണെങ്കിൽ ആ കാറ് കണ്ട് അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി പോകുന്നുണ്ടെങ്കിലും അവരെ കാണുന്നില്ല. അങ്ങനെ മഹാലക്ഷ്മി അവിടെ നിന്നും പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മേഘനും ടോമിയും കൂടി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി മേഘനെ അന്വേഷിച്ച് അവിടെ വരുന്നതിനെ ചൊല്ലി സ്വാതി അമ്മായിയോട് പറയുമ്പോൾ കണ്ണന്റെ കൃപയിലല്ലേ മോള് നമ്മൾ ജീവിച്ചു പോകുന്നത്, അവൻ പിണങ്ങി കഴിഞ്ഞാൽ ഉള്ളതും കൂടി ഇല്ലാതാവുമെന്നെല്ലാം അമ്മായി സ്വാതിയോട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മേഘനും ടോമിയും കൂടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ അവളെ എന്തിനാ വന്നതെന്നൊക്കെ മേഘൻ ചോദിക്കുമ്പോൾ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവള് വന്നതെന്ന് അമ്മായി പറയുന്നുണ്ട്. അവളെ എന്തിനാ എന്നെ കാണുന്നതെന്ന് മേഘൻ ചോദിക്കുമ്പോൾ ഞങ്ങളെ അവളെ അകത്ത് കയറ്റി സ്വീകരിച്ചിട്ടൊന്നുമില്ല, നീരസത്തോടെ തന്നെയാണ് പെരുമാറിയതും സംസാരിച്ചതുമെന്നും അമ്മ പറയുന്നുണ്ട്. തുടർന്ന് ഞാൻ ഇവിടെ വന്ന കാര്യം ആരും അറിയരുത്, പ്രത്യേകിച്ച് കണ്ണനും മഹാലക്ഷ്മി എന്നും മേഘൻ അമ്മയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അവളെ കാണുമ്പോൾ ഏട്ടൻ എന്തിനെങ്കിലും ഓടുന്നതെന്ന് സ്വാതി ചോദിക്കുന്നുണ്ട്. ശേഷം ഇവനും അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ എന്ന് ടോമിയോടായിട്ട് അമ്മ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ. ശേഷം ഇവനും അവളും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. നീ അവളെ നന്നായി ഭയക്കുന്നുണ്ടല്ലോ മേഘ എന്നെല്ലാം അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് അവളെ ഭയമൊന്നുമല്ല, വെറുപ്പാണ്. സ്വാതി കണ്ണനെ കെട്ടിയാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. മഞ്ജുവിനെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണന്റെ 90% സ്വത്തുക്കളും നമുക്ക് തന്നെ സ്വന്തമായേനെ. ഇനി ഞാൻ മഞ്ജുവിനെ കെട്ടിയാലും നമുക്ക് ആ സ്വത്തുക്കളൊക്കെ കിട്ടുമോ എന്ന് കണ്ടറിയാന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് കണ്ണന്റെ ക്യാബിനിലേക്ക് വരികയാണ് കേട്ടോ മഹാലക്ഷ്മി. അപ്പൊ മഹാലക്ഷ്മിയെ കാണുന്നതും വീട്ടിൽ പോയിട്ട് വഴക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്ന് മഹാലക്ഷ്മി മറുപടി കൊടുക്കുന്നുണ്ട്. തല്ലിയൊന്നും ഇല്ലല്ലോ എന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട്. ഇനി തന്നെ തല്ലിയിരുന്നെങ്കിൽ ആ അപകടം ഞാൻ കേസാക്കിയേനെ എന്നും കണ്ണൻ പറയുന്നുണ്ട്. ശേഷം മേഘനെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്ന കാര്യവും മേഘൻ അവിടെ ഇല്ല എന്നുള്ള കാര്യം അമ്മായും സ്വാതിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മി കണ്ണനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. മേഘേട്ടൻ അവിടെ ഉണ്ടായിട്ടും ഇല്ലെന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് സംശയം ഉണ്ടെന്നെല്ലാം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്. താൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ലല്ലോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ എനിക്കതിൽ വിഷമുണ്ടെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. എത്ര നാൾ അവനിങ്ങനെ തന്നിൽ നിന്നും ഓടി ഒളിക്കാൻ പറ്റും? ഒരു ദിവസം നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി അങ്ങോട്ട് പോകാം. അവൻ എവിടെയുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം അങ്ങനെ ആവുമ്പോൾ അവൻ എവിടേക്ക് ഓടി ഒളിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയണമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയോടായിട്ട്. തുടർന്ന് അവൻ അസുഖം മാറി ജ്വല്ലറിയിലേക്ക് വരുമല്ലോ, അന്ന് അവൻ അവിടെ നിന്നും ഓടിപ്പോകാൻ പറ്റില്ലല്ലോ എന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തുടർന്ന് കണ്ണേട്ടൻ ഒരുപാട് സൂക്ഷിക്കണം, ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നത് കേട്ട് എന്താ അങ്ങനെ തോന്നാൻ? ഇനി അന്ന് ഞാൻ ആ കാറിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ലോറി
കൊണ്ടുവന്ന് തട്ടിച്ചതാണോ എന്ന് കണ്ണന് പറയുന്നത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് തന്റെ രണ്ടാനച്ഛന് എന്നോട് തീർത്താൽ തീരാത്ത പകയുണ്ടല്ലോ എന്നും കണ്ണൻ പറയുന്നുണ്ട്. ഞാൻ തന്നോട് പലപ്പോഴായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ ലോറി ഡ്രൈവർമാരെ എനിക്ക് പണ്ടേ അത്ര ഇഷ്ടമല്ല. അവരിൽ നന്മയുള്ളവരും ഉണ്ടാകും, എങ്കിലും എന്റെ അച്ഛന്റെ ജീവനെടുത്തതും എന്റെ കാല് തളർത്തിക്കളഞ്ഞതും ഒരു ലോറിയും അത് ഓടിച്ചിരുന്ന ഒരു ഡ്രൈവറുമാണ്. എന്റെ ശത്രുക്കളും അതുകൊണ്ട് അവര് തന്നെയാണ്. ആ അപകടത്തിന് ശേഷം എനിക്ക് ലോറി പാഞ്ഞു വരുന്നതെല്ലാം ഞാൻ ഞെട്ടലോടെയാണ് നോക്കാറ്. ഇന്നിപ്പോ CCTV ഒക്കെ ഉള്ളത് കൊണ്ട് ആ ലോറി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അന്ന് പക്ഷേ അതൊന്നും ഇല്ലല്ലോ. അന്ന് ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ കളർ പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. ആകെ കണ്ടത് ഞാൻ ജീവന് വേണ്ടി പിടയുന്ന എന്റെ അച്ഛനെ മാത്രമാണെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയോടായിട്ട്. മാത്രമല്ല, അന്ന് അപകടത്തിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛനെയും എന്റെ അയ്യപ്പ വിഗ്രഹവും മാത്രമാണ്. അന്ന് അയ്യപ്പ വിഗ്രഹം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ അയ്യപ്പ വിഗ്രഹവുമായി തന്നെ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മഹാലക്ഷ്മിയെ പോലെ ഒരു മഹാലക്ഷ്മി എന്നല്ല